എല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു. ഈ വായനാ ദിനത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ് വായന. അത്രയേറെ ഹൃദ്യമായ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ അത്തരമൊരു ദിനത്തിൻ്റെ ആഘോഷം കടന്നു പോകുന്ന ഈ ദിവസം നിങ്ങളുമായിട്ട് വ്യക്തിപരമായി എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വേറിട്ട പ്രമേയവും ആവിഷ്കാരത്തിൻ്റെ വ്യത്യസ്തതയും കൊണ്ട് മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഞാൻ കർണൻ. പ്രൊഫസർ ശ്രീചിത്ര പ്രദീപാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിൻ്റെ 2ാം ഭാഗം ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. അത് വ്യക്തിപരമായി എന്നെയും ചലച്ചിത്ര ആസ്വാദകരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട നായക നടൻ പ്രദീപ് രാജാണ്. MD അപ്പൻ എന്ന മുതിർന്ന എഴുത്തുകാരനാണ് ആ സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിട്ടുള്ളത്. മനോഹരമായ ഗ്രാമപശ്ചാത്തലത്തിലൊരുങ്ങുന്ന ഒരു ചിത്രമാണ്. കുടുംബ പ്രേക്ഷകരുടെ ഹൃദയം കവരുന്ന ഒട്ടേറെ കുടുംബാനുഭവങ്ങളുടെ ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ഒരു സിനിമ കൂടിയാണത്. ആ സിനിമ അതിൻ്റെ 2ാം ഭാഗം നിങ്ങളിലേക്ക് എത്തുന്നു എന്നത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ വായനാ ദിനത്തിൽ മറ്റൊരു കാര്യം എനിക്ക് വായനയെക്കുറിച്ച് പറയാനുള്ളത്, നമ്മളെപ്പോഴും നിരന്തരം വായനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നുണ്ട് വായനയുടെ ദിനം ആചരിക്കാൻ. പക്ഷേ അങ്ങനെ ആവരുത്. വായന നിത്യജീവിതത്തിൽ നമ്മുടെ ജീവൻ പോലെ കൊണ്ടു നടക്കേണ്ട ഒരു അനുഭവമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ തലമുറയോട് നമ്മളെപ്പോഴും നിരന്തരം വായിക്കാൻ പറയുന്നു. നമ്മുടെ വിദ്യാർത്ഥികളോട് സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ തന്നെ വായനാ ദിനങ്ങൾ ആചരിക്കുന്നു. പക്ഷേ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ എത്രമാത്രം വായിക്കപ്പെടുന്നവരാണ്, എത്രമാത്രം അവർക്കൊപ്പം ഇരുന്ന് വായിക്കുന്നവരാണ്. അങ്ങനെ കുട്ടികൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് വായിക്കുന്ന രക്ഷിതാക്കളാകുമ്പോൾ മാത്രമേ കുട്ടികളിലേക്കും വായനാശീലം വളരുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികളെ വായിക്കാൻ ഉപദേശിക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് മുന്നിൽ നല്ലൊരു വായനക്കാരനാകാൻ നമുക്ക് കഴിയണം എന്നതുകൂടിയാണ് ഈ വായനാ ദിനത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. എന്തു തന്നെയായാലും മനോഹരമായൊരു സിനിമ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ സിനിമയുടെ PRO എന്ന നിലയിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ആ സന്തോഷം ഏറെ സ്നേഹപൂർവ്വം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും വീണ്ടും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതം പ്രഭാതം പോലെ മനോഹരമായിരിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.